ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം, ഇന്ന് വന്ന ലൈവ് നമ്മുടെ പൂഞ്ഞാറ്റിലെ ഒരു BJP നേതാവുണ്ടല്ലോ. പൂഞ്ഞാറ്റിലെ ആ BJP നേതാവ് ഒരു ചാനൽ ചർച്ചയിലിരുന്നിട്ട് ബബ്ബാലിനെ പോലെ വായിലൂടെ തൂറുന്നത് ഞാൻ കണ്ടു. പൂഞ്ഞാറ്റിലെ നാഴിക്ക് 40 വട്ടം പാർട്ടി മാറി കളിക്കുന്ന, നിലനിൽപ്പിന് വേണ്ടി ഇപ്പൊ BJPയിൽ പോയി ചേക്കേറിയിട്ടുള്ള ഒരു പരമച്ചറ്റ നായിൻ്റെ മോൻ, അവനങ്ങനെ പറയാൻ പറ്റൂ. ഒരു ചാനൽ ചർച്ചയിലിരുന്ന് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെ, അത് കേരളത്തിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും പറഞ്ഞ ആ പൂഞ്ഞാറ്റിലെ മോൻ, അവനെങ്ങനെ പറയാൻ പറ്റുള്ളൂ? ആ പൂഞ്ഞാറ്റിലെ മോൻ, അവൻ ഏത് പൂഞ്ഞാറ്റിലുണ്ടായതാണെന്നുള്ളത് നമുക്കറിയില്ല. അത് അവനെ കൊണ്ട് തന്നെ ചോദിക്കണം, അവനുണ്ടാക്കിയ ആ മനുഷ്യൻ്റെ അടുത്ത് ചോദിക്കണം അവൻ ഏത് പൂഞ്ഞാറ്റിലുണ്ടായവനാണെന്ന്. ആ പൂഞ്ഞാറ്റിലെ മോൻ പറയുകയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. ഇവൻ്റെ അപ്പന് തറവാട്ട് സ്വത്ത് കിട്ടിയതാണല്ലോ ഇന്ത്യ രാജ്യം. ഇവൻ്റെ അപ്പന് തറവാട്ട് സ്വത്ത് കിട്ടിയതാണല്ലോ ഇന്ത്യ രാജ്യം. എടാ കള്ളപ്പരിശേ, കള്ളനായിൻ്റെ മോനെ, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു വിഭാഗം ക്രിസ്ത്യാനികളും ചോര കൊടുത്ത് പോരടിച്ച് ജീവൻ കളഞ്ഞ് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ബലത്തിലാണ് നീയൊക്കെ ചാനൽ ചർച്ചയിൽ അണ്ടിയും കുത്തിയിരുന്നിട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഇതുപോലെ മുസ്ലിങ്ങളെ നെഞ്ചത്ത് നീ കയറുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു മുസ്ലിം നിങ്ങളെ വർഗീയവാദികളാണെന്നോ തീവ്രവാദികളാണെന്നോ നിങ്ങൾ വത്തിക്കാനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? എടാ, എല്ലാ മതത്തിലും ഉണ്ടോ പുഴുക്കുത്തുകൾ, നാറികൾ, ചെറ്റകൾ, എല്ലാ മതത്തിലും ഉണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരും ജീവിക്കുന്നുണ്ട്, മുസ്ലിം സമുദായത്തിലുള്ളവരും ജീവിക്കുന്നുണ്ട്, ഹിന്ദു സമുദായത്തിലുള്ളവരും. ഇവിടെ ഭൂരിപക്ഷം ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കളാണ്. മനസ്സിലായോ? ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളുടെ ആതിഥ്യ മര്യാദയും സ്വീകരിക്കാനുള്ള മനസ്സിനെയും അവരെ ആരെയും ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സിനെ ഉപയോഗപ്പെടുത്തി വന്നവരാണ് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നാണ് നിന്റെ മതവും മുസ്ലിം മതവും. അത് നീ മനസ്സിലാക്ക്, ചെറ്റ നായിൻ്റെ മോനെ. മനസ്സിലായോ? അല്ലാണ്ട് നിന്റെ അപ്പന് തറവാട്ട് സ്വത്ത് കിട്ടിയൊന്നുമല്ല ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്തിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാർ അന്ന് കാലത്ത് പ്രാചീന ഭാരതത്തിൽ ഇന്ത്യയിലേക്ക് കച്ചവടത്തിലേക്ക് വന്ന മുഗളന്മാരെയും അതുപോലെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരേ മനസ്സിൽ സ്വീകരിച്ച ആ ആതിഥ്യ മര്യാദയുടെ ഒരു സംസ്കാരത്തിൻ്റെയും സിന്ധു നദീയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ് എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അല്ലാണ്ട് ഇവിടുന്ന് പൊട്ടിമുളച്ചുണ്ടായവരില്ല. നീ ഈ പറഞ്ഞ ചെറ്റ നാറിയും ഇവിടെ പൊട്ടിമുളച്ചുണ്ടായ മതത്തിലുണ്ടായവനല്ലവൻ. മനസ്സിലായില്ലേ? ഈ മതത്തിൽ ഇന്ത്യ രാജ്യത്തിലുണ്ടായിരുന്ന ഹൈന്ദവരിലെ ഒരു വിഭാഗം ആളുകൾ കൺവെർട്ടായി മാറിയതാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അല്ലാണ്ട് തന്നെയൊക്കെ പെറ്റെടുത്തിട്ട് വത്തിക്കാൻ അങ്ങനെ അങ്ങനെ ആ സാധനത്തിന് അങ്ങനെ എടുത്ത് ഇന്ത്യ രാജ്യത്ത് കൊണ്ടിട്ടല്ല നിന്റെ തറവാട്ടിലുള്ള സകല നാറികളെയും. മനസ്സിലായിട്ടുണ്ടോ? ഈ പറഞ്ഞ സകല നാറികളെയും അങ്ങനെ വത്തിക്കാനും അങ്ങനെ പ്രസവിച്ചു കൊണ്ടിട്ടതല്ല. അല്ലാതെ ഇന്ത്യയിൽ കാണുന്ന സകല മുസ്ലിങ്ങളെ അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് യമനിൽ നിന്നും ഇറാനിൽ നിന്ന് ഇറാഖിൽ നിന്ന് അങ്ങനെ പെറ്റുകൊണ്ടിട്ടൊന്നുമല്ല. ഇന്ത്യ രാജ്യത്തിലേക്ക് മതപരിവർത്തനത്തിന് വേണ്ടി വന്ന് ഇന്നും മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് ഇന്ത്യ രാജ്യത്ത്. മനസ്സിലായിട്ടുണ്ടോ? അവരൊക്കെ ഓരോ മതത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ ആ മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരവും അവകാശവും ഇന്ത്യ രാജ്യത്തിലെ ഭരണഘടന നൽകുന്നുണ്ട്. അല്ലാണ്ട് നിന്റെ അപ്പൻ്റെ തന്ത്ര സ്വത്തല്ല ഇന്ത്യ രാജ്യം. മനസ്സിലായോ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നിന്റെ അപ്പൻ്റെ തന്ത്ര സ്വത്തല്ല. മനസ്സിലായിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്തിലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം പേര് ജീവിക്കുന്ന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ മതത്തിലും ഉണ്ട് തീവ്രവാദികൾ എന്ന് പറഞ്ഞ ആളുകൾ. എല്ലാവരെയും കൂട്ടിയടിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. മനസ്സിലായോ? എല്ലാവരെയും കൂട്ടിയടിച്ച് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എല്ലാ മതത്തിലും ഉണ്ട് തീവ്രവാദികളും ഭീകരവാദികളൊക്കെ. എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദു മതത്തിലുമുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട്, എല്ലാത്തിലും ഉണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും തീവ്രവാദികളാണെന്നും അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയാൻ നിന്റെ അപ്പന് തറവാട്ട് പോലെ കിട്ടിയാണോ? അതാ നിന്റെ അമ്മയ്ക്ക് ശ്രീധരം കൊണ്ടുവന്നാണത് ഇന്ത്യ രാജ്യം. ആണോ? കഴിവരുടെ മോനെ.
നീ സകല ആളിനെയും പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്? അത് നിൻ്റെ അമ്മയ്ക്ക് തറവാട്ട് നിൻ്റെ അമ്മയ്ക്ക് ഇത് കിട്ടിയതാണോ, ശ്രീധരം കിട്ടിയതാണോ? ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കാൻ വന്നപ്പോൾ ശ്രീധരം കൊടുത്തിട്ട് പോയതാണോ ഇന്ത്യ രാജ്യം? നിൻ്റെ നിൻ്റെ അമ്മനെ കെട്ടുന്ന സമയത്ത് ശ്രീധരം കൊടുത്തിട്ട് പോയ സ്ഥലമാണോ ഇന്ത്യ രാജ്യം? ആണോ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ? നിനക്കുള്ള അതേ പ്രിവിലേജ് ഇവിടെയുള്ള ഓരോ പൗരനും ഉണ്ട്. ആ പൗരന്മാർക്കുള്ള അതേ പ്രിവിലേജ് തനിക്കുള്ളൂ. അല്ലാതെ തനിക്ക് മാത്രം പ്രത്യേക ഒരു പ്രിവിലേജ്, ഒരു പ്രത്യേക ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൽ അനുഭവിച്ചു തന്നിട്ടില്ല. നിന്റെ നാക്കിൽ നീ വവ്വാലിനെ പോലെ തൂർന്നു എന്ന് പറഞ്ഞിട്ട് വായിൽ കൊടുത്തതിനെ തൂർന്നു എന്നും പറഞ്ഞിട്ട് അതിനെ കൊണ്ട് നിർത്തി ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു നാറിയ ചാനലും, അതിൻ്റെ പേര് മലം വിസർജനം ചാനല്. മനസ്സിലായോ? നമ്മുടെ നാട്ടിൻ്റെ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP അതിൻ്റെ മുഖ്യധാര സംഘടനയായിട്ടുള്ള RSS പോലും ഇന്ന് മതവൈര്യം വേണ്ട, വർഗീയത വേണ്ട എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവരെപ്പോലുള്ള കുറെ ക്രിസംഗി നായിൻ്റെ മക്കളാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ വർഗീയതനെ എടുത്ത് അമ്മാനം മാറിക്കൊണ്ട് നടക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറേ വർഗീയവാദികളായിട്ടുള്ള നായിൻ്റെ മക്കളുമുണ്ട്, ഹിന്ദു മതത്തിൽപ്പെട്ട വർഗീയവാദികളായിട്ടുള്ള നായിൻ്റെ മക്കളുണ്ട്. ഈ സകല നായിൻ്റെ മക്കളും കൂടി ചേർത്തിട്ട് ഇന്ത്യയിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നെഞ്ചത്തിരുന്ന് തൂറാണ് ചെയ്യുന്നവർ. അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നവർ. TV ചാനലിൽ വന്നിരുന്നിട്ട് ഒരു വിഭാഗത്തെ പറയാം, ചെറിയ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ചെറിയ ആളുകൾ വർഗീയവാദികളായിരിക്കാം, അത് സമ്മതിക്കുന്നു. അത് എല്ലാ മതത്തിലുണ്ട്, എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അല്ലാതെ ഈ പറഞ്ഞവൻ്റെ അപ്പൻ്റെ തറവാട്ട് സ്വത്ത് അല്ലെങ്കിൽ എൻ്റെ അമ്മനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ സ്ത്രീധനം കൊണ്ടൊന്നല്ല ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്, തീവ്രവാദികളാണെന്ന് പറയാൻ ഇവൻ ഏത് അപ്പനുണ്ടായവരാണെന്നുള്ള ഇവന് നിശ്ചയമുണ്ടോ? അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു ഉത്തരവാദിത്തത്തിലല്ലേ, ആ ഒരു വിശ്വാസത്തിലല്ലേ ഇവനും ജീവിക്കുന്നത്? ഇവന് വെള്ളക്കാരനുണ്ടായതെന്നുള്ളവന് വല്ല ബോധമുണ്ടോ? ഉണ്ടോ? അപ്പം നമ്മൾ പറയണത് വെള്ളക്കാരനുണ്ടാക്കിയത് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ DNA ടെസ്റ്റ് നടത്തുമോ? അല്ലല്ലോ. ഇവൻ്റെ അമ്മ പറഞ്ഞു ഇതാണ് അപ്പന്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അമ്മ ചൂണ്ടിക്കാണിച്ചാൽ ഇത് അപ്പൻ എന്ന് പറഞ്ഞാൽ ആ അപ്പൻ എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? തൻ്റെ പിതൃത്വം നല്ല പിതൃത്വമാണ് താൻ അന്വേഷിക്കുക ആദ്യം. കാരണം ഒറ്റത്തന്തയ്ക്കുണ്ടായവൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഴിക്ക് 40 വട്ടവും വാക്കുകൾ മാറ്റി പറയുകയും നാഴിക്ക് 40 വട്ടവും പാർട്ടി മാറി നടക്കില്ല. ഒറ്റയ്ക്ക് തന്തയ്ക്കുണ്ടായവൻ. പലതന്തയ്ക്കുണ്ടായവനൊക്കെ ഇതുപോലുള്ള സ്വഭാവങ്ങൾ, പല സ്വഭാവങ്ങൾ കാണിക്കും. മനസ്സിലായിട്ടുണ്ടോ? ഇത് ആവേശത്തിന് മുകളിൽ പറയണമെന്നല്ല. ഒരു ചാനലിലിരുന്നുള്ള ചർച്ച നമ്മൾ കണ്ടു. അത് പറയുമ്പോൾ അവൻ പറയാം, അടിവരയിട്ട് പറയാം ചില ആളുകൾ എന്ന് പറയാം. അല്ലാതെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്, ഇവൻ്റെ മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഇന്ത്യ രാജ്യത്ത് നല്ലവർ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരെന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നത്. ഇവനെന്താ ഇവൻ്റെ അപ്പനെ തറവാട്ട് സ്വത്ത് കിട്ടിയ പോലെയല്ല എല്ലാവരും പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ പറയേണ്ടായിരുന്നല്ലോ PC ജോർജ്. ഈ PC ജോർജ് എന്ന് പറയുന്നവൻ കേരളത്തിലല്ല ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നെറികെട്ട ഒരു രാഷ്ട്രീയ പിമ്പാണ് അവൻ. രാഷ്ട്രീയ പിമ്പ്. മനസ്സിലായിട്ടുണ്ടോ? നാഴിക്ക് 40 വട്ടം പാർട്ടി മാറുകയും സ്വന്തം കൂടെ നിൽക്കുന്നവൻ്റെ കുതിങ്കാല് വെട്ടുകയും ചെയ്യുന്നവനാണ് ഈ PC ജോർജ്. അധികാര സ്ഥാനത്തിൻ്റെ അറ്റത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ട് ഏത് തന്തയില്ലായ്മയും ചെയ്യുന്നവനാണ് ഈ PC ജോർജ്. എന്നിട്ട് അവൻ്റെ എതിരെ കൊടുത്ത പരാതി സ്വീകരിച്ചില്ല അവർ, പോലീസുകാർ ഒത്തുകളിക്കുക. അതാരവിടെ കേരളം ഭരിക്കുന്നത് BJP അല്ലേ, സംഘി വിജയനല്ലേ കേരളം ഭരിക്കുന്നത്. പിന്നെ എങ്ങനെ കേസെടുക്കും? അവന് മുസ്ലിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാഭിഷേകത്തെ ജഗതിക്ക് പട്ടാഭിഷേകം എന്ന് പറയും പോലെ കുളിരു കോരുന്നവനാണ് പിണറായി വിജയൻ. മനസ്സിലായിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ കേസെടുക്കാനോ ഒന്നും ചെയ്യില്ല. PV അന്നൂറിനെ പിടിച്ച് ജയിലിലിടാനും അതുപോലുള്ള ചെമ്മനൂരിനെ പിടിച്ച് ജയിലിലിടാനുള്ള ആവേശം കാണിക്കും. മനസ്സിലായോ? അല്ലാതെ ഇതേപോലെ വർഗീയ ചേരിതിരിവ് നടത്തിയിട്ട് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരെപ്പോലുള്ള നപുംസകങ്ങളെ അടക്കി നിർത്താൻ ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. പരാതി കൊടുത്തിട്ട് പോലും പരാതി സ്വീകരിക്കാൻ പറ്റാത്ത ഒരു പോലീസ് വിഭാഗമായി മാറി നമ്മുടെ കേരള പോലീസിന് ഞാൻ കുറ്റം പറയുന്നതല്ല, അവർക്ക് കിട്ടുന്ന നിർദ്ദേശം അവർ പാലിക്കുന്നുള്ളൂ. എത്ര നീചമാണെന്നുള്ള ആലോചിച്ച് നോക്കൂ. ഇവനെയൊക്കെ TV ചാനലിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്നുള്ള ആലോചിച്ച് നോക്ക്. അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു നെറികെട്ട ആ ചാനൽ മാധ്യമ പ്രവർത്തകൻ ഇതുപോലുള്ള വാക്കുകൾ പറയുന്ന സമയത്ത് വാക്കുകൾ അളന്ന് സംസാരിക്കണം, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അവനിരുന്നിട്ട് വല്ല കഴുത ചിരിക്കും പോലെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചാനലിരുന്നിട്ട് ഇയാളിത് പറയുമ്പോൾ. മനസ്സിലായിട്ടുണ്ടോ? ഈ PC ജോർജ് എന്ന് പറയുന്നത് ഒരു മൈരുമല്ല, കേരളത്തിൽ ഒരു മൈരുമല്ല PC ജോർജ്. മനസ്സിലായിട്ടോ? PC ജോർജിന് ഒരു വിചാരം ഉണ്ടാവും ഞാനെന്തോ വലിയൊരു സംഭവമാണെന്നുള്ളത്. ഒരു മൈരുമല്ല. തെരുവിൽ നിന്ന് കടന്ന് കുറയ്ക്കുന്ന ഒരു പട്ടിക്കുള്ള വില മാത്രമുള്ള PC ജോർജിന്. തെരുവിൽ കിടന്ന് കയറിക്കുന്ന ഒരു പട്ടിക്കുള്ള വില. അതുകൊണ്ടാണ് ആരും മുഖവിലക്കെടുക്കാത്തത് തന്നെ ആരും സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താ? BJP തന്നെ സ്വീകരിച്ചെന്തിനാന്ന് വെച്ചിട്ടാ? ഏത് സഭയിലും ഒരു
എന്താ എന്താ പറയുക, ഒരു കോമാളി ഉള്ളത് നല്ലതാണല്ലോ. നമ്മൾ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എത്തിരി തമാശ കൊണ്ടു കയറ്റുന്നത് എന്തിനാ അറിയോ? അതിന് രസം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ BJP തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. BJP എന്ന പാർട്ടിയിലേക്ക് ഒരു എന്താ പറയുക, ഈ നാടകത്തിലൊക്കെ വരുന്ന ഒരു രസികനുണ്ടല്ലോ, ഒരു കോമാളി, ആ കോമാളിയായിട്ട് കണ്ടിട്ട് തന്നെയൊക്കെ BJPക്ക് എടുത്തിട്ടുള്ളൂ. തന്നെ കൊണ്ടൊന്ന് BJPക്ക് തൻ്റെ കുടുംബത്തിലുള്ള വോട്ട് കിട്ടുമെന്നുള്ള ഒരു സംശയമാണ്. തൻ്റെ കുടുംബത്തിലുള്ള വോട്ട്, PC ജോർജ് പറയുന്നവൻ്റെ കുടുംബത്തിലുള്ള വോട്ട് BJPക്ക് കിട്ടുമെന്നുള്ള ഒരു സംശയമാണ്. അത്രമാത്രം യോഗ്യത തനിക്കുള്ളൂ എന്നുള്ളത് തൻ്റെ ജന്മഗുണം കൊണ്ട് നീ തെളിയിച്ചിട്ടുള്ളതാണ്. ജന്മഗുണം കൊണ്ട് നീ തെളിയിച്ചിട്ടുള്ളവനാ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി. ജന്മഗുണം കൊണ്ട് തൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ജന്മഗുണം കൊണ്ട് തെളിയിച്ചിട്ടുള്ളത് കേരളം കണ്ടതാണ്. ഒരു അടിസ്ഥാനവുമില്ലാതെ ചാനലുകളിൽ ഇങ്ങനെ പറയുക അവൻ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്. നീ ഇതേ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ടില്ല പരനാറ് നീ ജയിച്ചത് പല പ്രാവശ്യം അല്ലേ? ഈ പറയുന്ന ക്രിസ്ത്യാനികൾ നിനക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചെയ്യില്ല. കാരണം അവർ അഴുക്കിൽ കുത്തില്ല. കുറെ കാലം ഈ അഴുക്കിനെ കുത്തി മുസ്ലിങ്ങൾ, ഈരാട്ടുപേട്ടയിലുള്ള മുസ്ലിങ്ങൾ ഈ അഴുക്കിനെ കുറെ കുത്തി ജയിപ്പിച്ചു. പൂഞ്ഞാറ്റിലെ MLA ആക്കിയില്ലേ നിന്നെ? പൂഞ്ഞാറ്റിലെ MLA, നീ യഥാർത്ഥത്തിൽ പൂഞ്ഞാറ്റിലെ MLA ആണ്. നിനക്ക് പറ്റിയ പേര് പൂഞ്ഞാറ്റിലെ MLA എന്നുള്ള പേരാ. മനസ്സിലായിട്ടില്ലേ? അപ്പോൾ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാം. എനിക്കെന്താ എൻ്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ പോലെ, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പൻ്റെ തറവാട്ട് സ്വത്ത് എൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ പോലെയാണ് അവൻ. എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. നീ പോ വത്തിക്കാനിലേക്ക്, ആദ്യം നീ പോ വത്തിക്കാനിലേക്ക്. നിനക്ക് ഇന്ത്യ രാജ്യത്തിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അവർ, നീ പോ വത്തിക്കാനിലേക്ക് പോ, ജെറുസലേമിലേക്ക് പോ. നീ പോയി അവിടെ പോയി താമസിക്ക്, അല്ലെങ്കിൽ റോമിലേക്ക് പോ. അതല്ല നീ ചെയ്യേണ്ടത്. സമാധാനം അവിടെ കിട്ടുന്ന പറഞ്ഞാൽ അവിടെ അന്വേഷിച്ചു പോ. എന്തായാലും നിന്റെ വിഭാഗക്കാരനേക്കാളും കൂടുതൽ വിഭാഗം ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ, അതുറപ്പാണല്ലോ. അപ്പം നീ രോമം കൊണ്ട് ചോദിച്ചാൽ പോലും ഒന്നും അവർക്ക് സംഭവിക്കില്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടല്ലോ അല്ലേ? ഞാൻ എല്ലാവരും അല്ല കേട്ടോ പറയണത്, എല്ലാവരും അല്ല, എല്ലാ മതത്തിൽപ്പെട്ട തീവ്രവാദി നായ്ക്കളെയാണ് പറയണത്. അത് മുസ്ലിമിൽപ്പെട്ട തീവ്രവാദികളാണെങ്കിലും ഹിന്ദുക്കളിൽപ്പെട്ട തീവ്രവാദികളെയും ക്രിസ്തങ്കിയിൽപ്പെട്ട തീവ്രവാദികളെയും പിന്നെ ഞാൻ പറയുന്നത്. അത് എല്ലാ വിഭാഗത്തിനല്ല. അവരിലേക്ക് നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സമാധാനത്തിൽ, ലോകത്തിൽ തന്നെ സമാധാനത്തോടുകൂടി ഇവിടെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിലാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. നിസ്സാരം 2.5 കോടി 3.5 കോടി ജനങ്ങളുള്ള രാജ്യങ്ങളിലെ കലാപങ്ങളാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ദിവസവും പത്രത്തിലും വാർത്തയിലും. അത് വെച്ച് നോക്കുന്ന സമയത്ത് 140 കോടിയുള്ള ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പുണ്യമാണ്. ആ ഭരണഘടന നമുക്ക് തരുന്ന അവകാശമാണ്. അല്ലാതെ മറ്റേ ഈ PC ജോർജിൻ്റെ തന്തൻ്റെ തറവാട്ട് സ്വത്തിലൊന്നുമല്ല ഇവിടെ മുസ്ലിങ്ങൾ കയറി താമസിക്കുന്നത്, ഹിന്ദുക്കളും കയറി താമസിക്കുന്നത്, ഈ പറയുന്ന നല്ലവരായിട്ടുള്ള ക്രിസ്ത്യാനികളും കയറി താമസിക്കുന്നത്. ഇവൻ്റെ ഒന്നും തറവാട്ട് സ്വത്തിലോ എൻ്റെ അമ്മൻ്റെ സ്ത്രീധനത്തിന് കൊണ്ടുവന്ന ഇന്ത്യ രാജ്യത്തിലൊന്നുമല്ല അവർ താമസിക്കുന്നത്. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ജനിച്ച ഓരോ പൗരൻ്റെയും അവകാശവും അധികാരമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. അത് നമ്മുടെ ഭരണഘടന നമുക്ക് അതിനുള്ള പരിരക്ഷ നമുക്ക് തരുന്നുണ്ട്. ഇവൻ TV ചാനലിൽ ചർച്ച ചെയ്തിട്ട് ബഹുമാനപ്പെട്ട കോടതികളില്ലേ, ഇവിടെ നിയമപാലകരില്ലേ, അന്തസ്സായിട്ട് നിയമം നടപ്പിലാക്കുന്ന നിയമപാലകരില്ലേ, ഇവരെയൊക്കെ തൂക്കിയെടുത്ത് ജയിലിലിട്ടൂടെ അവരെ? ഈ നാറിനെയൊക്കെ ഇവനൊക്കെ സമൂഹത്തിന് എന്ത് പ്രതിബദ്ധതയുള്ളത്? ഇവനെ കൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമുള്ളത്? ഇവന് ഈ പറഞ്ഞ ഈ ഈരാട്ടുപേട്ടയിലുള്ള ജനങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചപ്പോൾ MLA ആയി. അവർ കഴിഞ്ഞപ്പോൾ പട്ടിക്ക് വരിയില്ലാണ്ടായി. പട്ടിക്ക് തെരുവിൽ അലഞ്ഞു നടക്കുന്ന ചൊറിയൻ പട്ടിക്ക് വരിയില്ലാണ്ടായി അവൻ. എന്നിട്ട് കടന്നിട്ട് ഇങ്ങനെ അലയാണ് BJPൻ്റെ പിന്നാലെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം BJPക്കാർ ഇപ്പോൾ വർഗീയത ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അത് ഇന്ത്യ രാജ്യത്ത് ചിലവാകില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട്. RSSനും മനസ്സിലായി. അതുകൊണ്ടാണ് RSS പറഞ്ഞത് സകല പള്ളിൻ്റെ താഴെയും പോയിട്ട് ലിംഗം തിരയേണ്ടാന്ന്. ജീവിക്കുന്നവർ സമാധാനത്തിൽ ജീവിക്കട്ടെന്ന് RSSൻ്റെ ബഹുമാനപ്പെട്ട നേതാവ് മോഹൻ ഭാഗവത് സാർ എന്താ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തിൽ ഇനി മതി തെരഞ്ഞത്. ശ്രീരാമക്ഷേത്രം പറയുന്നത് ഒരു വികാരമായിരുന്നു, അത് കഴിഞ്ഞു. ഇനി എല്ലാ ക്ഷേത്രത്തിൻ്റെ അടിയിലും പോയിട്ട് നിങ്ങൾ ലിംഗം തരാൻ നിൽക്കണ്ട, ശിവലിംഗം തരാൻ നിൽക്കണ്ട. ഇനി ജീവിതത്തിൽ എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ്, എല്ലാവരും സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് അവരെത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇവിടെ ക്രിസംഗികളായിട്ടുള്ള കുറേ നാറികളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറേ തീവ്രവാദികളായിട്ടുള്ള കുറേ നാറികളും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളായിട്ടുള്ള കുറേ നാറികളും കൂടി ഇന്ത്യ രാജ്യത്ത് വീണ്ടും കലാപം സൃഷ്ടിക്കാനുള്ള വഴി നോക്കുക. നിങ്ങൾക്ക് ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ എവിടേക്കെങ്കിലും പോവുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. PC ജോർജിന് ഇവിടെ സമാധാനം കിട്ടുന്നില്ലയോ? പൊക്കോ വത്തിക്കാനിലേക്ക്, അല്ലെങ്കിൽ റോമിലേക്ക് പോ. കാരണം നിന്റെ പൂർവികന്മാരൊക്കെ അവിടെയുണ്ട്, അങ്ങോട്ട് പോ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സമാധാനമുണ്ട്. ഞങ്ങൾക്ക് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. സമാധാനം ഞങ്ങൾക്ക് വേണം. മനസ്സിലായിട്ടുണ്ടോ? ഒരു ചാനലിൽ ചർച്ചയിൽ വന്നിട്ട് ഒരു സമുദായത്തെ മൊത്തം അങ്ങോട്ട് പറയുക ഉണ്ടാവും. ഞാൻ ഇല്ലാതെ പറയുന്നില്ല. 10 പേരിലുണ്ടെങ്കിൽ 10 പേരിലും 10 തരമായിരിക്കും. അതിലായാലും ചിലപ്പോൾ 2-3 പേരിൽ വൃത്തികെട്ട പേരിലുണ്ടാവും.
അതിപ്പോൾ ആ സമുദായം തന്നെ അംഗീകരിക്കുന്നില്ലല്ലോ. ആ സമുദായം തന്നെ തള്ളിപ്പറയുന്നുണ്ടല്ലോ അവരെ. നിന്റെ സമുദായം തള്ളിപ്പറഞ്ഞ പോലെ നിന്റെ സമുദായം നിന്നെന്താ പറഞ്ഞത്? വേണ്ട, അത് പാഴാണ്, അത് ജയിക്കണ്ട, അതുകൊണ്ടാണ് നിന്നെ തോൽപ്പിച്ചത് അല്ലേ? നീ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയിട്ട് ഒരു 10 വോട്ട് നിനക്ക് തേച്ച് പിടിക്കാൻ കഴിയുമോ? പി സി ജോർജ് കഴിയുമോ? ഒരു 10 വോട്ട് നീ തേച്ച് പിടിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം നിന്റെ യോഗ്യത എന്താണെന്നുള്ളത് നീ നല്ലപോലെ അളന്ന് വെച്ചിട്ടാണ് നടക്കുന്നത്. നിന്റെ യോഗ്യത എന്താണെന്നുള്ളത് നീ നൂല് വെച്ച് ശരിക്കും അളന്ന് വെച്ചിട്ടാണ് നടക്കുന്നത്. കാരണം ഒരു പട്ടിയുടെ വില കേരളത്തിൽ തിരിക്കില്ല എന്നുള്ളത് പി സി ജോർജിന് അറിയാം. പിന്നെന്താണ് വേണ്ടത്? ഒരു രക്ഷ. അതിനെന്ത് ചെയ്യണം? ആരെങ്കിലും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം, പച്ചിറച്ചി തിന്നണം. ആ പച്ചിറച്ചിയാണ് നീയും നിന്റെ കുടുംബത്തിലുള്ളവരിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങളുടെ പച്ചിറച്ചി. കാരണം എന്താ പറയുക, മുസ്ലിങ്ങളിപ്പോൾ പ്രതികരിക്കാനൊന്നും വരുന്നില്ല, ഒന്നും ചെയ്യാൻ നിൽക്കണില്ല. കാരണം നിന്നെപ്പോലുള്ള പേപ്പട്ടികൾ കിടന്ന് കുരയ്ക്കുമ്പോൾ ആ പേപ്പട്ടികളുടെ പുറകെ പോകണ്ടെന്നുള്ള ചിന്താഗതിയിലാണ് അവരിതിനെക്കുറിച്ചൊന്നും തിരിച്ചൊന്നും പറയാത്തത്. അതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്താ? ഒരു പേപ്പട്ടി കിടന്ന് കുരയ്ക്കുന്നു, ആ കുരയുടെ വാല്യൂ അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ പേപ്പട്ടിക്ക് അവസാനം എന്താ സംഭവിക്കാമെന്നറിയോ? പേപ്പട്ടിക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങളും കൊണ്ട് തല്ലിക്കൊല്ലും. കാരണം കുറേ കയറി കടിക്കുമ്പോൾ മാന്തുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങൾ സഹിക്കിടുമ്പോൾ ഈ പേപ്പട്ടിന് ജീവിച്ചിരിക്കുന്നതിന് തല്ലിക്കൊല്ലും. അതുപോലൊരു പേപ്പട്ടിയാകാൻ നിൽക്കരുത് പി സി ജോർജ്. നിന്നെ 2, 3, 4 പ്രാവശ്യമൊക്കെ എത്രയോ വർഷം നീ MLA ആയല്ലോ. ഈ MLA ആയതൊക്കെ ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ വോട്ട് നേടിയിട്ടാണ്. അത് നീ മനസ്സിലാക്കണം. ഈരാട്ടുപേട്ടയിലുള്ള ജനങ്ങൾ നിന്നെ കൈയൊഴിയാൻ കാരണം എന്താ? നിന്റെ ഉള്ളിലുള്ള വർഗീയത അല്ലേ? നിനക്ക് വോട്ട് ചെയ്തായപ്പോൾ അവർ വർഗീയവാദികളായി. നിന്നെ എപ്പോഴും ഇങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ ഇങ്ങനെ ഉല്ലാസമത്തനായിട്ട് ഇങ്ങനെ മതിച്ച് നടക്കാൻ ആ ജനങ്ങൾ നിന്നെ സമ്മതിച്ചിരുന്നെങ്കിൽ അസ്സലാമു അലൈക്കും പറയും, അൽഹംദുലില്ലാ പറയും. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ വാക്കുകളും നീ ഉപയോഗിക്കും. ഇപ്പം നിന്റെ വായിലൂടെ വരുന്നത് തീട്ടം. നീ തിന്നണത് തന്നെ നിന്റെ മലമായിട്ട് നിന്റെ വായിൽ കൂടെ നീ തുപ്പണം. അത്രേ എളുപ്പ വ്യത്യാസം. അതിനപ്പുറത്തേക്കുള്ള ഒരു വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നില്ല. പി സി ജോർജ് എന്ന് പറയുന്ന ഈ നാറി ഇനി കേരളത്തിൽ എന്ത് പറഞ്ഞാലും കേരളത്തിലുള്ള സാമാന്യ ബോധമുള്ള ജനങ്ങൾ റോട്ടിൽ കിടന്ന് കുരയ്ക്കുന്ന ഒരു പട്ടിയുടെ വില മാത്രമേ എനിക്ക് തരുള്ളൂ. മനസ്സിലായോ? ഒരു തരം ആയില്ലേ ചങ്ങാതി? 65-70 വയസ്സാകാറായില്ലേ അല്ലേ? ഇനിയെങ്കിലും നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ട് ചാകുന്ന സമയത്ത് രാവിലെ മനുഷ്യന്മാർ തുപ്പാൻ പറഞ്ഞ വൈകുന്നേരം തുപ്പും. നിന്റെയൊക്കെ വർത്താനം കേട്ടിട്ട് ആ തുപ്പ് കൊള്ളാതിരിക്കാൻ ജീവിക്കാൻ നോക്ക്. നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. ജനങ്ങൾ മനസമാധാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ മതമോ ജാതിയോ മതമോ ഇവിടെ വർഗീയവാദമോ തീവ്രവാദമോ ഒന്നും ഇവിടെ ആഗ്രഹിക്കുന്നില്ല ആരും. ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് തൊഴിൽ, സമ്പത്ത്, വരുമാനം ഇതുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇതിനൊന്നും സമയമില്ല. തന്നെപ്പോലെ വേലയും കൂലിയും ഇല്ലാണ്ട് അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കി തന്ന മുതലിനെ തീട്ടം തിന്നും പോലെ തിന്നുകൊണ്ടിരുന്നിട്ട് കണ്ടവനെ നെഞ്ചത്ത് കയറാൻ നടക്കണ്ട പി സി ജോർജ്. കാരണം നീയൊന്നും ജീവിതത്തിൽ അധ്വാനിച്ച് ജീവിച്ച് 10 ഉറുപ്പിൻ്റെ മുതലുണ്ടാക്കിയല്ല. നിന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ മുതലിനെ നീ അനുഭവിച്ചിട്ടാണ് നീ കണ്ടവനെ നെഞ്ചത്ത് കയറാൻ നടക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ല. അവർ രാവിലെ എണിച്ച് അധ്വാനിച്ച് അവരുടെ കുടുംബം പരത്താൻ വേണ്ടി ജീവിക്കാനുള്ള നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അവർക്കൊന്നും നിനക്കെതിരെ പ്രതികരിക്കാനുള്ള സമയമില്ല. മനസ്സിലായിട്ടുണ്ടോ? ജീവിക്കാനുള്ള ഇന്നലെ കേരളം തന്നെ കുത്തുപാളയെടുത്തിരിക്കുന്ന സമയമാണ്. അതിനിടയ്ക്ക് ജീവിക്കാനുള്ള നെട്ടോട്ട് ഓടുമ്പോഴാണ് നിന്നെപ്പോലുള്ള വെറി പിടിച്ച പ്രാന്തെടുത്ത പേപ്പട്ടികൾ ഓരോ ചാനലിൽ വന്നിരുന്ന് കുരയ്ക്കുന്നത്. അത് കുരയ്ക്കുമ്പോൾ ചില വിഭാഗങ്ങൾ കുരയ്ക്കാൻ പറയും, ചില വിഭാഗങ്ങൾക്കെതിരെ പറയും. എല്ലാവരും ചേർത്തടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടപ്പാനെ അടിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ചേർത്തി പറഞ്ഞ അത് ഉറപ്പാ. നിന്റെ പേരിൽ ഇപ്പോൾ കേസെടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അത് വിഷയമൊന്നുമല്ല. നീ നിന്റെ കുടുംബത്തിലുള്ളവരെ പറയുമ്പോൾ നാട്ടുകാരുടെ കുടുംബത്തിലുള്ളവരെ പറയാൻ പോയിട്ട് കണ്ടപ്പാനെ അടിച്ചിരിക്കും. നല്ല ആമ്പിള്ളേരെ മുമ്പിൽ നിന്റെ ഈ തോക്കെടുക്കുന്ന നിന്റെ വെടിവെക്കലൊക്കെ നിന്റെ മൂലത്ത് കയറ്റി തരും ആൾക്കാർ. മനസ്സിലാക്കിയ? പറയുമ്പോൾ നീ നിന്റെ കെട്ടികളുടെ അടുത്തും മക്കളുടെ അടുത്തും പറയുമ്പോൾ നാട്ടുകാരുടെ അടുത്ത് പറയാൻ നിൽക്കണ്ട. നാട്ടുകാരുടെ കൈത്തണ്ടയുടെ ബലം ചിലപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നീ അറിയേണ്ടി വരും. എല്ലാവരെയും പറയും പോലെ നിന്റെ വീട്ടിൽ ഭാര്യനെയും മക്കളിലേക്ക് നീ പറയുന്ന ഉപയോഗിക്കുന്ന വാക്ക് നാട്ടുകാരുടെ നെഞ്ചത്ത് വെക്കാമെന്നാണല്ലോ. നാട്ടുകാരുടെ കൈത്തണ്ടയുടെ ബലം നീ അറിയും പി സി ജോർജ്. വെറുതെ നീ ഒരു മൈരുവല്ല. ഞാൻ വീണ്ടും പറഞ്ഞു, അടിവരായിട്ട് പറഞ്ഞു, നീ ഒരു മൈരുവല്ല കേരളത്തിൽ. മനസ്സിലായ? ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള സാമുദായിക സ്പർദ്ധ വളർത്തുന്ന വാക്കുകൾ ഉപയോഗിച്ച് TV ചാനലിരുന്ന് ഇതിന് കുരയ്ക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു നാറികളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു നാറികളും. കാരണം പ്രതികരിക്കില്ല. ഇവൻ്റെ വാക്കിനൊക്കെ എന്തിനു വില കൊടുക്കണമെന്നാണ്. പിന്നെ നമ്മളീ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ പുതിയ തലമുറ കേൾക്കുകയല്ലേ. ഇതെന്താ സംഭവം എന്നുള്ളവർ ആകാംക്ഷയോടെ കാണുകയല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ബാലിശമായിട്ടുള്ള വാക്കുകളാണത്. ആ മലവിസർജനം TV-യിലിരുന്ന് പറയുന്നത്, വിസർജനം TV-യിൽ. അപ്പോൾ പി സി ജോർജിനോട് എനിക്കൊന്നാ പറയാനുള്ളൂ. താൻ വീട്ടിൽ കെട്ടിയവളുടെ അടുത്തും മക്കളുടെ അടുത്തും പറയുന്ന വാക്കുകൾ നാട്ടിൽ വന്ന് പറയാൻ നിൽക്കണ്ട. ഈ കേൾക്കുന്നവൻ ചിലപ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നുള്ള അറിയാൻ പറ്റില്ല. മനസ്സിലായോ?
കേൾക്കുന്നവനെ ഏത് രീതിയിൽ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം നിനക്കും ഈ പറയുന്ന ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരേ നിയമമാണ്. മനസ്സിലായി? നീ തോക്കെടുത്ത് വെടിവെച്ച് പറഞ്ഞാൽ നിനക്കെന്ത് നിയമമാണോ അതേപോലെയുള്ള ഓപ്പോസിറ്റുള്ള തോക്കെടുത്ത് നിന്നെ വെടിവെച്ചുള്ള നിയമം അത് നീ മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് അവർക്കൊരു നിയമം നിനക്ക് പ്രത്യേക നിയമമൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ PC ജോർജിന് പ്രത്യേക നിയമമൊന്നും എഴുതി ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പേടിപ്പെടുത്തലും ഈ പേടിപ്പിക്കലും ഈ ഉമ്മാക്കി കാണിക്കുന്ന ഇടപാടുണ്ടല്ലോ PC ജോർജ്, അത് നീ നിന്റെ കെട്ടികളുടെ അടുത്ത് മക്കളുടെ അടുത്തൊക്കെ പോയി പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? കുടുംബത്ത് തറവാട്ടിൽ അതിൻ്റെ കുടുംബത്തിലെ തറവാട്ടുകാരൊക്കെ കേൾക്കും. നാട്ടുകാരടുത്ത് പറയാൻ നിൽക്കല്ലേ? നാട്ടുകാർ പറയാൻ നിൽക്കുമ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യും. പിന്നെ കോടതിയും പോലീസൊക്കെ അത് പിന്നെ ഉള്ള കാര്യം. മനസ്സിലായിട്ടുണ്ടോ? നാട്ടുകാരിങ്ങനെ മെത്ത് ഇട്ടിട്ട് ശരിക്കും മെത്തും. ആ മെത്ത് കൊള്ളാനുള്ള ആരോഗ്യമൊന്നും PC ജോർജ് താങ്കൾക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് ആരുടെയെങ്കിലും സംരക്ഷണവും പരിരക്ഷയുണ്ടെന്നും പറഞ്ഞ് ആ പരിരക്ഷയ്ക്ക് അകത്തിരുന്നുകൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ ആക്കുന്ന വർത്താനം താൻ പറയണ്ട. അത് തൻ്റെ കുടുംബത്തിലുള്ളവരോട് പറയുക ആക്കുന്ന വർത്താനം. അവർ കേൾക്കും. സഹിച്ചു പോയിട്ട് സഹിക്കണ്ടേ? പ്രാന്തനെ കെട്ടിയാലും സഹിക്കണം എന്നുള്ളതാണല്ലോ ഒരു കണക്ക്. ഒരു പ്രാന്തനെ കെട്ടിയ ഒരു പെണ്ണ് അതിന് സഹിക്കണ്ടേ? അതിന് മക്കളും ആയി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കണ്ട, മരണം വരെ സഹിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സഹിക്കുന്നതായിരിക്കും. അത് നിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് സഹിക്കുക. നാട്ടിലുള്ളവർക്ക് സഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കേൾക്കുന്നവർ. അവർ പ്രതികരിച്ചു പോകും. ആ പ്രതികരണം താങ്ങാൻ നിന്നെ കൊണ്ട് കഴിയില്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കുക. അല്ലാതെ TV ചാനലിൽ വന്നിരുന്നിട്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നാക്കിലെല്ലില്ലാതെ പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം നീ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അവരെന്ത് ചെയ്യുന്നറിയോ? ചിലപ്പോൾ കിട്ടിയെടുത്ത് വെക്കും. ആ സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ള അറിയില്ല. PC ജോർജ് അവർ വാദം വിളിക്കും. നിന്നെ ഫോൺ വിളിച്ച് എത്ര പേര് നിന്റെ അരയ്ക്ക് താഴെയുള്ള സാധനം പറഞ്ഞില്ലേ? കേട്ടില്ല നീ? അതെന്തുകൊണ്ട് നിന്നെ പറയുന്നത്? കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ? അവരൊന്നും പറയാൻ പോകണ്ട. നിന്നെ പറയുന്നത് എന്താ? നിനക്ക് അതിനുള്ള വിലയെ തന്നിട്ടുള്ളൂ. നിനക്ക് അതിനുള്ള വിലയെ തന്നിട്ടുള്ളൂ. ആ സാധനത്തിൻ്റെ വിലയെ നിനക്ക് തന്നിട്ടുള്ളൂ. ഞാനിത് പച്ചയ്ക്ക് ഇതിൽ പറയുന്നില്ല എന്നുള്ളൂ അല്ലേ? എത്രയോ ഓഡിയോ കോളുകൾ പ്രചരിക്കുന്നുണ്ടല്ലോ യൂട്യൂബിൽ. അതിലൊക്കെ നിന്നെ പറയണത് ക കു പു മോ നെ എന്നല്ല പറയണത്. എന്താ കാരണം? നിനക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. നിനക്ക് അതിനുള്ള യോഗ്യത. എത്രയോ ഗതികെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അവരിന് ആരെങ്കിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? തന്നെ തൻ്റെ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകൾ നിന്നെ വിദേശത്ത് നിന്ന് ലണ്ടനിൽ നിന്നും UK എന്നൊക്കെ വിളിച്ചിട്ട് നിന്നെ തെറി പറഞ്ഞ്? അതെന്തുകൊണ്ടാ? അത് നിന്റെ കയ്യിരിപ്പാണ്. നിന്റെ ജന്മഗുണം കുറ്റിച്ചൂലെടുത്ത് ആട്ടി തല്ലിയാൽ പോല. ജനിക്കുമ്പോൾ ഒരു ഗുണമുണ്ടല്ലോ, ജന്മഗുണം. അത് ചൂലെടുത്ത് അടിച്ച് തല്ലി ആട്ടിയാൽ അത് പോവില്ല. അത് ജന്മനാ കിട്ടുന്ന ഗുണമാണ്. അത് നിന്റെ അപ്പൂപ്പന്മാരായിട്ട് നിനക്ക് കിട്ടിയ ഗുണമാണത്. മനസ്സിലായിട്ടില്ല? ഈ തിന്നിട്ട് ദിവടം വരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി മാറുന്നത്. നിന്നെ ഏറ്റവും പ്രാവശ്യം MLA ആക്കിയത് ഈ പറഞ്ഞ പൂഞ്ഞാറ്റിലെ ജനങ്ങളല്ലേ? ഈരാട്ടുപേട്ടയിലെ ജനങ്ങളല്ലേ? അവിടുത്തെ ന്യൂനപക്ഷങ്ങളല്ലേ? അപ്പം നീ അവരുടെ അണ്ണാക്കിലേക്കല്ലേ കൊടുത്തത്? നിന്നെ ഒരു പ്രാവശ്യം തോൽപ്പിക്കുമ്പോഴേക്കും അവരിത്ര കാലം നിന്നെ സഹായിച്ചു. അപ്പം നീ എന്താ പറഞ്ഞ്? നിന്നെ മുൻകാല വീഡിയോ ഒക്കെ എടുത്ത് നോക്ക്. അണ്ണൻ, ഇക്ക, മൊയ്ലിയാർ എൻ്റെ കൽബാണ്, എൻ്റെ ചങ്കാണ്. നിനക്ക് എത്ര തന്തയാണ്? നിലപാട് ഒന്നിൽ നിൽക്ക്. അതാണ് ആണുങ്ങൾക്ക്. പറഞ്ഞ വാക്ക് പറഞ്ഞു തന്നെ പറയണം. അല്ലാണ്ട് വാക്ക് മാറ്റി പറയണവൻ തന്തയ്ക്ക് പറക്കാത്തവനെ വാക്ക് മാറ്റി പറയുക. മനസ്സിലായില്ല? സങ്കരയിനം എന്ന് പറയും അതിന്. മനസ്സിലായിട്ടുണ്ടോ? നിലപാടുണ്ടെങ്കിൽ ഒരു വാക്കിൽ നിൽക്ക്, ഉറച്ചു നിൽക്ക്. നിന്നെ അവർ സഹായിച്ചു. ഇപ്പം സഹായിച്ചില്ല. അങ്ങനെ വിട്ടേക്ക്. പിന്നെ അവർ മുഴുവൻ തീവ്രവാദികളാണ്. അവർ മുഴുവൻ ഇന്ത്യ രാജ്യത്ത് നിന്ന് പോകണം. അവരെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല. അതിന് ജീവിക്കാൻ വഴിയില്ല. നീ ഒരു കാര്യം ചെയ്യ്. നിന്നെക്കാളും പോപ്പുലേഷനുള്ള ജനതയാണ് അവർ. ഇന്ത്യ രാജ്യത്ത് ഏകദേശം 10-22 കോടി ജനങ്ങളുണ്ട്. നിങ്ങൾ ആകെ 1.5 കോടി 2 കോടിന് താഴെയുള്ളൂ. 2% 2% ഉള്ളൂ. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. എല്ലാവരും അല്ല ഒറ്റ പറയണത്. ക്രിസ്തവ സമുദായത്തിലെ, ഹൈന്ദവ സമുദായത്തിലെ, മുസ്ലിം സമുദായത്തിലെ എല്ലാവരും അല്ല പറയണത്. തീവ്രവാദികളായിട്ടുള്ള ചെറിയ വിഭാഗത്തിലാണ് പറയണത്. ഈ പറഞ്ഞതിലൊക്കെ തീവ്രവാദികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, മതതീവ്രവാദം തലക്കി പിടിച്ച് ഭ്രാന്തി കയറി നടക്കുന്ന ആളുകൾ, അവരെയാണ് പറയണത്. അതാണ് ചെയ്യേണ്ടത് മാന്യത. അല്ലാതെ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകാൻ നിൻ്റെ അപ്പനിക്ക് തറവാട്ട് സ്വത്തുകളിലല്ലോ ഇത് ഇന്ത്യ രാജ്യം. നിൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ രാജ്യമല്ലല്ലോ ഇന്ത്യ രാജ്യം. ആണോ? ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയാണ്. എല്ലാവരും ജീവത്യാഗം ചെയ്തിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. നിൻ്റെ അപ്പൻ്റെ മാത്രം ജീവൻ കൊടുത്തിട്ടുണ്ടായതല്ലല്ലോ ഇന്ത്യ രാജ്യം. അല്ലെങ്കിൽ നിൻ്റെ അപ്പന്മാരുടെ ജീവൻ കൊടുത്തിട്ടുണ്ടായതല്ല ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യവും അല്ലല്ലോ. ആണെങ്കിൽ നീ പറയുമ്പോൾ കേൾക്കാം. കാരണം ഞങ്ങൾ PC ജോർജിൻ്റെ തറവാട്ട് സ്വത്തിലാണ് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പിന്നെ ചട്ടിയും പെട്ടിയെടുത്ത് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുക അല്ലേ? ഇത് നീയേ വരുത്തനാണ്. അതുപോലെ വരുത്തന്മാരാണ് മുസ്ലിങ്ങളും. അപ്പം നിനക്കെന്താ പറയാനുള്ള യോഗ്യതയുണ്ട്? ആനപ്പണ്ടത്ത് ചവിട്ടി നിന്നിട്ട് കോഴിക്കാട്ടം ചവിട്ടിയതിനെ കണ്ടിട്ട് നീ പറയുകയാണ് അവൻ കോഴിക്കാട്ടം ചവിട്ടി നിൽക്കണമെന്ന് അല്ലേ?
നീ ആനപ്പിണ്ടത്ത് നിൽക്കുക, ആനപ്പിണ്ടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കോഴിക്കാട്ടൻ ചവിട്ടിയവനെ പറയാം അതാ കോഴിക്കാട്ടൻ ചവിട്ടിയവൻ നിൽക്കണമെന്ന്. എന്ത് യോഗ്യതയാണ് പി സി ജോർജ് തനിക്കൊക്കെ ഉള്ളത്? തന്നെയൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു പി സി ജോർജ് എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു. പക്ഷേ നീ ഇത്രയും വലിയ തീട്ടമാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയണത്. യഥാർത്ഥത്തിൽ നീ ഇത്രയും വലിയ തീട്ടമാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയണത്. മനസ്സിലായോ? താനൊന്നും മനസ്സിലാക്കുക. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യം എന്താണെന്നറിയോ? ഇവിടെ വർഗീയതയോ ജാതിയോ മതമോ ഇതുകൊണ്ടൊന്നും ഒരു കോപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇതുകൊണ്ടൊന്നും ഒരു കോപ്പമില്ല ഇന്ത്യ രാജ്യത്ത്. ജാതി മതമൊന്നും ഒരു വിഷയമുള്ള കേസല്ല. മനുഷ്യന് ജീവിക്കേണ്ടത് സമാധാനമാണ്. സമാധാനത്തോടെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കലാണ് ആദ്യത്തെ ആവശ്യം, ഏത് ഭരണകർത്താക്കൾ ഇന്ത്യ രാജ്യം ഭരിച്ചാലും. അല്ലാണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ത് കോപ്പാണ് ഈ തേങ്ങകളെ കൊണ്ട് ഇന്ത്യ രാജ്യത്തിന് സംഭാവനയുള്ളത്? എന്ത് കോപ്പാണുള്ളത്? ഈ വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇവർ വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. വർഗീയത നീ ഈ വിദേശ രാജ്യങ്ങൾ വന്ന് നോക്ക്, ഇവിടെ ഒരു വർഗീയതയിൽ ഒരു കോപ്പുമില്ല. ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യനും ഒക്കെ ഒരു പാത്രത്തിൽ നിന്ന് ഒരു പായിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരാ. കാരണം എന്താ പറയുക? ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. തന്നെ പോലെ അപ്പൂപ്പന്മാരുണ്ടാക്കിയ മുതലിൽ കിടന്ന് ആറാടിച്ചുകൊണ്ട് കണ്ടവൻ്റെ നെഞ്ചത്ത് കയറാൻ നടക്കണില്ല. ഇവിടെ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ജനങ്ങൾക്ക് തൊഴിലില്ല നാട്ടിൽ. അടിക്കടി വർദ്ധിക്കുന്ന വിലക്കയറ്റം, ജീവിത സാഹചര്യങ്ങൾ ഇല്ലാണ്ടാകുന്നു, സാമൂഹ്യ സുരക്ഷ ഇല്ലാതാകുന്നു. ഇന്ത്യ രാജ്യത്തിൽ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു വർഗീയത പറച്ചിൽ, കള്ളനാറി. എന്തിനാണ് ഇങ്ങനെയുള്ളവന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ? അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ? എടോ, ഈ പള്ളിയും അമ്പലവും ചർച്ചയ്ക്ക് എന്തിനാണെന്നറിയോ? അവിടെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നല്ല ആരും പോണത്. അവിടെ സമാധാനം കിട്ടും. അവിടെ കുറച്ചു നേരം പോയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടും. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ഉടനെ അങ്ങനെ ചട്ടിയിലും പട്ടിയിലും ദൈവം നമുക്ക് തന്നിട്ടല്ല. നമ്മുടെ മനസ്സിലുള്ളത് കേൾക്കാൻ, നമ്മൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ അവിടെ ആരോ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം, കാണാത്തൊരു സാധനം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളൊക്കെ അങ്ങോട്ട് പോണത്. അല്ലാണ്ട് ഈ പറഞ്ഞത് ആരും കണ്ടിട്ടില്ല. ഏത് ദൈവങ്ങളെ ആരും കണ്ടിട്ടില്ല ഈ ലോകത്ത്? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ പറഞ്ഞ ദൈവങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല? ഏതെങ്കിലും ദൈവത്തിന് കണ്ടിട്ടുണ്ടോ? ഏത് ദൈവത്തിനും കണ്ടിട്ടില്ല. പക്ഷെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് അവിടെ പോയിരുന്ന് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ഈ പ്രാർത്ഥനാലയം. മനസ്സിലായിട്ടില്ല? നിന്നെപ്പോലുള്ള അഴുക്കുകളൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അശുദ്ധിയായി മാറും. മതം കോപ്പാണ്, മതം കോപ്പാണ് വർഗീയത. മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? നിനക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ മതവും വർഗീയതയും പറയണം. നിനക്ക് നിലനിൽക്കാനുള്ള ജീവിതത്തിൽ നിന്റെ ജീവിക്കാനുള്ള പോരാട്ടമാണത്. നിനക്ക് ജീവിക്കണമെങ്കിലും മതം പറയണം. സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ മതം പറയണ്ട. അവിടെ മനുഷ്യത്വം പറഞ്ഞാൽ മതി. മനസാക്ഷിയുള്ളവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അവനാണ് ദൈവം. അതിനെയാണ് ഹൈന്ദവ സമൂഹത്തിൽ മുക്കോടി ദൈവങ്ങൾ എന്ന് പറയുന്നില്ലേ? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരൊക്കെ നല്ലവരൊക്കെ ദൈവങ്ങളാണോ? അതാദ്യം മനസ്സിലാക്ക്. ദൈവങ്ങളെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് മനസ്സിൽ തമിഴിൽ പറയും. തമിഴിൽ എന്താ പറയാന്നറിയോ? ദൈവത്തിന് കടവുൾ. നിന്റെ ഉള്ളിലാണ് ദൈവം. നന്മയുള്ളവനാരോ അവൻ ദൈവം തന്നെ. ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തവനക്ക് കൊടുക്കുന്നുണ്ടോ? അവൻ ദൈവം തന്നെയാ. അല്ലാണ്ട് ഇപ്പോൾ ദൈവങ്ങളെന്ന് പ്രത്യേകിച്ച് പാത്രത്തിൽ ചോരി വെച്ച് അരിയും ബിരിയാണിയും നെയ്ച്ചോറും സാമ്പാറും ചോറൊന്നും കൊണ്ടിട്ട് ദൈവങ്ങൾ തരുമൊന്നുമില്ല. ഒരു നേരത്തെ ആഹാരം ഒരു മനുഷ്യന് കൊടുക്കാനുള്ള മനസ്സുള്ളവനാരോ അവൻ തന്നെ ദൈവം ഈ ഭൂമിയിൽ. ഞാൻ കാണുന്നത് അങ്ങനെയാ. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവനാരോ അവനാണ് ദൈവം. മനസ്സിലായില്ലേ? ബാക്കി ദൈവത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന കോപ്രായങ്ങൾ മുഴുവൻ ബിസിനസ്സാണ്. അസൽ ബിസിനസ്. നീ ഇപ്പം ചെയ്യണില്ലേ? രാഷ്ട്രീയത്തിന് നിലനിൽപ്പിന് വേണ്ടി താനിപ്പോൾ ചെയ്യുന്നില്ലേ പി സി ജോർജ്? അത് നിലനിൽപ്പ് രാഷ്ട്രീയമാണ് നിന്റെ. നാളെ ഈ പറയുന്ന മുസ്ലിങ്ങൾ മുഴുവൻ വന്നിട്ട് നിന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ പുണ്യവാന്മാരാണ്, സമാധാന മതക്കാരാണ്, അവരാണ് ഏറ്റവും നല്ല മതക്കാർ. അവരെ കണ്ട് പഠിക്കണം എന്ന് പറയും. കാരണം എന്താ അറിയോ? നിനക്ക് നിലവാരമില്ലാത്തവനും ജനിച്ചവൻ നിലവാരമില്ലാത്ത സംസ്കാരം കാണിക്കൂ. മനസ്സിലായില്ലേ? നാളെ ക്രിസ്ത്യാനികളാണ് നിന്നെ ജയിപ്പിക്കുന്നതെന്ന് പറയും. ക്രിസ്ത്യാനികളാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ, ലോകത്തിൻ്റെ സമാധാന ദൂതരാണ് അവരെന്ന് പറയും. ഹിന്ദുക്കളാണ് ജയിപ്പിച്ചത്. നീ ഇങ്ങനെ നിലവാരം സാഹചര്യത്തിനനുസരിച്ചിട്ട് നിന്റെ പൊളിറ്റിക്സിനനുസരിച്ച് നിലവാരം മാറ്റിക്കൊണ്ട് നടക്കും. അവസാനം ഉണ്ടല്ലോ, ഗതികിട്ട പ്രേതം പോലെ നീ അലയും. എഴുതി വെച്ചത് ഈ ലൈവ് നീ സൂക്ഷിച്ചു വെച്ചോ പി സി ജോർജ്? നിന്നെ BJP കൈവിട്ട് കഴിഞ്ഞു പറഞ്ഞ തെരുവ് പട്ടികളിനെ പോലെ, വിലയില്ലാത്ത നായിനെ പോലെ നിന്റെ മരണ ശ്രേഷ്ഠകാലം ഉണ്ടല്ലോ. ആ ബാക്കിയുള്ള നിന്റെ ജീവിതം ഒരു പുഴുത്ത പട്ടിയേക്കാൾ പരമായി മാറും. കാരണം നീ അത്രയ്ക്ക് മാത്രം നീച്ചനായി കഴിഞ്ഞു. എല്ലാവരും കോൺഗ്രസ്സുകാരെ പറഞ്ഞു, പിണറായി വിജയനെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ പറഞ്ഞു, സകല മുസ്ലിങ്ങളെയും പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗത്തെ നീ പറഞ്ഞു. നീ മാത്രം ഈ ലോകത്ത് ആണുങ്ങളൊക്കെ മരിച്ചു ഒരാണും ഇല്ലെങ്കിൽ നീ തന്നെ പി സി ജോർജ് ആണ്. ഈ ലോകത്ത് ആണുങ്ങൾ മുഴുവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ
പിന്നെ പി സി ജോർജ് നീ തന്നെയാണ്. ആ ചിന്തയിലാണ് പി സി ജോർജ് നടക്കുന്നത്. ഞാൻ മാത്രം പുണ്യവാൻ, ഞാൻ മാത്രം നല്ലവൻ, ഞാൻ മാത്രം പറയുന്നതെല്ലാം സത്യങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ, അവരാണ് ലോകത്തിലെ നമ്പർ 1 ഫ്രോഡ്. ലോകത്തെ നമ്പർ 1 ഫ്രോഡ് അവനായിരിക്കും. ആ ഫ്രോഡിൽപ്പെട്ടാണ് ഈ പി സി ജോർജ്. രാഷ്ട്രീയ സാഹചര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മയും കാണിക്കും പി സി ജോർജ്. മനസ്സിലായിട്ടുണ്ടോ? ആ ടി വി ചാനലിലെ ചർച്ചയിൽ വന്ന് പറയുക എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ്, അമ്മമാരൊക്കെ പാകിസ്ഥാനിലേക്ക് പോട്ടെ, എന്താ ഇവൻ്റെ അപ്പൻ്റെ തറവാട്ട് മുതൽ അവർ വന്ന് കയറി വന്നിരിക്കും പോലെ. ഇനി പറയേണ്ടി വന്നാൽ കുറേ പറയേണ്ടി വരും. അത് പിന്നെ മൊത്തത്തിൽ ചേർത്ത് പറയുന്നൊരു കണ്ടീഷനിലേക്ക് എത്തും. നിരപരാധികളായിട്ടുള്ള ആളുകളുണ്ട്, ഒന്നും അറിയാത്ത ആളുകൾ, അവരെയും കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. നീ പറഞ്ഞ ലെവലിൽ നമ്മളൊക്കെ സംസാരിക്കും. നമ്മൾക്ക് ആ സംസ്കാരം നമ്മുടെ തന്തയും തള്ളയും പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മളെയൊക്കെ രക്ഷിതാക്കളെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എല്ലാവരും ഒരേപോലെ കാണാനും മനുഷ്യത്തുള്ള മനുഷ്യനെ ജീവിക്കാനാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നിന്നെ എങ്ങനെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? നിന്നെ തെരുവ് പട്ടി പോലെ ജീവിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നുള്ള പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ സ്വഭാവം കാണിക്കുന്നത്, തെരുവ് കടന്ന് കുറയ്ക്കുന്ന സ്വഭാവം. അല്ലാണ്ട് ഇതിനെ പ്രതികരിക്കില്ലെന്നല്ല പറയുക. ഇതിനെ പി സി ജോർജ് താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പ്രതികരിക്കുന്നില്ല. ഇതിന് ജീവിക്കാനുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വിടുവായത്വം പറച്ചിലെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കേരള സമൂഹം അങ്ങനെ കാണില്ല. അതുകൊണ്ടാണ് ഒരു പട്ടികൾ പോലും ഇതിനെ പ്രതികരിക്കാൻ വരാതിരുന്നത്. തിരിച്ച് പ്രതികരിക്കണ്ടേ? ഒരാളും പ്രതികരിക്കേണ്ടതിന് കാര്യം എന്താ? ഇതൊരു പട്ടികളെന്നല്ല, അത് വാക്ക് പെട്ടെന്ന് വന്ന് പറഞ്ഞു, ഇയാളെ പറഞ്ഞപ്പോൾ അങ്ങനെ വായിൽ വന്നു പോയതാണ്. ഒരാൾ പോലും പ്രതികരിക്കേണ്ടത് ഈ പട്ടിയുടെ ഓളിയിടൽ കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇനിയെങ്കിലും ജീവിക്കാൻ നോക്ക്. മനുഷ്യന്മാർ ആരാണ് മരണസമയത്ത് ഒരു തുള്ളി വെള്ളം തരാനുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. വർഗീയവാദം പറയുന്ന സകല ആളോടും ഞാൻ പറയുകയാണ്, സകല ആളുകളോടും പറയുകയാണ്, വർഗീയവാദം പറയുന്ന സകല നാടുകളോടും പറയുകയാണ്. നമ്മൾക്ക് ഒരു നേരെ റോട്ടിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം തരുന്ന ആരാന്ന് നമുക്കറിയില്ല. ഈ വർഗീയവാദം ഈ ചാനലുകളിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നീയൊക്കെ വഴിയിൽ ചിലപ്പോൾ വണ്ടി ഇടിച്ചിട്ടോ വേറെ വല്ല രീതിയിൽ ചാകാൻ വഴിയിൽ കിടക്കുമ്പോൾ വെള്ളം തരുന്ന ചിലപ്പോൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ആരാണെന്ന് അറിയില്ല. അവൻ തരുന്ന വെള്ളം കുടിച്ചിട്ടായിരിക്കും തൻ്റെയൊക്കെ ചാവ്. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സമാധാനത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ വെച്ച് കോലിട്ടിളക്കാൻ നിൽക്കണ്ട. ആ കോലിട്ടിളക്കൽ ശരിയല്ല. കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. അവർക്ക് ചിന്തിക്കാനുള്ള ബോധമുണ്ട്. ഇന്ന് ചിന്തിക്കാനുള്ള ബോധം കേരളത്തിലുള്ളവർക്കാരും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടി വരുന്നത്. തൊട്ടയൽ സംസ്ഥാനങ്ങളൊക്കെ പോയി നോക്കുക. അവിടെയൊക്കെ പോയിട്ട് ഈ വാക്ക് ഇതുപോലുള്ള വാക്കുകൾ അവിടെ ഉച്ചരിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ കാലുവാരി പിടിച്ച് ചുമരിലടിക്കും അവർ. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ സ്നേഹത്തോടെ ജീവിക്കുന്ന ആളുകൾ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അതിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അതെല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. ഈ മുസ്ലിങ്ങളിലും ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ പൊളിറ്റിക്സ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ വർഗീയതനെ കൊണ്ട് നടക്കുക. എന്തൊരു തന്തയില്ലായ്മയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങളുടെ ചോര വെച്ച് കളിക്കുന്ന കളിയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ജനങ്ങളുടെ ചോര വെച്ച് കളിക്കുന്ന കളി. എത്ര സമാധാനത്തിൽ ജീവിക്കാനാണ് മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നതെന്നറിയോ? നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആക്കുമ്പോഴേക്കും കടങ്ങളും സമാധാനമില്ലായ്മയും പൊറുതിമുട്ടലും കൊണ്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ കോലിട്ടിളക്കാൻ നടക്കുന്ന നാറുകൾ, ഇവരെ പോലുള്ള നാറുകൾ. ഒന്നാമത്തത് ഈ പൊതുരംഗത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് വർഗീയത പറയുന്ന കുറേ തെണ്ടികളുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് കുറേ മൗലിയാക്കന്മാർ, കുറേ ഹിന്ദു സന്യാസിമാർ, കുറേ ഈ ക്രിസംഖികളായിട്ടുള്ള കുറേ എണ്ണം കൂടി ഇരുന്നിട്ട് ഈ ചാനലിൽ ഇരുന്നിട്ട് അവനങ്ങനെ ചെയ്യണം, ഇവനെങ്ങനെ ചെയ്യണം, മറ്റവനങ്ങനെ, ഇവന്മാരെയൊക്കെ പിടിച്ച് ആദ്യം ജയിലിൽ കൊണ്ട് അടയ്ക്കണം. വിദേശ രാജ്യങ്ങൾ ചെയ്യുമ്പോൾ ഇവന്മാരെ പിടിച്ച് ആദ്യം ജയിലിൽ അടയ്ക്കണം. നാട്ടിൽ സമാധാനം കിട്ടും. നമ്മുടെ നാട്ടിൽ സമാധാനം നശിപ്പിക്കുന്ന ആരാണെന്നറിയോ? ഈ മതം വിറ്റ് കാശാക്കി നടക്കുന്ന നാറികളാണ് നമ്മുടെ നാട്ടിൽ സമാധാനം നശിപ്പിക്കുന്നത്. യഥാർത്ഥ സത്യം അതാണ്. അവരെ പിടിച്ച് ജയിലിൽ കൊണ്ട് അടയ്ക്കുക വേണ്ടത്. അവനവൻ്റെ വിശ്വാസത്തിൽ അവനവൻ ജീവിക്കട്ടെ. പള്ളിയിൽ പോകണവൻ പള്ളിയിൽ പോട്ടെ, അമ്പലത്തിൽ പോകണവൻ അമ്പലത്തിൽ പോട്ടെ, ചർച്ചിൽ പോകണവൻ ചർച്ചിൽ പോട്ടെ. ഈ പറഞ്ഞ 3 സ്ഥലത്തിലുള്ളത് സമാധാനം അന്വേഷിച്ചിട്ടുള്ള പോക്കാണ് നമ്മളൊക്കെ. ഈ 3 സ്ഥലത്തേക്ക് നമ്മൾ പോകണെന്തിനാ? സമാധാനം അന്വേഷിച്ച് പോണതാ. അവിടെയൊക്കെ സമാധാനക്കേടുണ്ടാക്കി വെക്കലാണ് ഈ നാറികളുടെ പണി. ഒരു പള്ളി നോക്കിക്കോ, മഹലിനും വട്ടാരവും കൂടിക്കഴിഞ്ഞ് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയത്തിന് പേരിൽ പരസ്പരം തല്ലിച്ചാകുക. ഒരു അമ്പലത്തിൽ നോക്കിക്കോ, 2 വിഭാഗങ്ങൾ തമ്മിൽ. ഇതപ്പോൾ കണ്ടില്ലേ, തൃശ്ശൂർ പൂരം കലക്കിയത് വേറൊരു ദേവസ്വം, വേറൊരു വിഭാഗം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അടിയുണ്ടാക്കി വെക്കുക. ഇപ്പോൾ ക്രിസ്ത്യാനികളിൽ പോയി നോക്കിക്കോ, ഈ പള്ളി മറ്റവര്, ഈ പള്ളി മറിച്ചവര്, അതിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ അടിയുണ്ടാക്കി വെക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഇത് ഇവരുടെ പൊളിറ്റിക്സാണ്, നിലനിൽക്കാനുള്ള പൊളിറ്റിക്സാണ്. ഇത് മനസ്സിലാക്കാത്ത കുറേ മണ്ടന്മാരാണ് ഇതിൻ്റെ പുറകെ പോയിട്ട് വിളിയാക്കാൻ നടക്കുന്നത്. നിങ്ങൾ ശരിയാന്ന് നോക്കി, ഏതെങ്കിലും ഒരു പള്ളി ആയിക്കോട്ടെ, ഒരു അമ്പലം ആയിക്കോട്ടെ, ഒരു ചർച്ച ആയിക്കോട്ടെ, ഈ 3 പ്രശ്നങ്ങളാണ്. ഈ ലോകത്തെ എപ്പെട്ട നോക്കിക്കോ, അവിടെ 2 വിഭാഗം ഉണ്ടാവും. ഒരു കമ്മിറ്റിനെ എതിർക്കുന്ന വിഭാഗം, ഇപ്പുറത്തൊരു വിഭാഗം ഉണ്ടാവും. അതെല്ലാവിടെയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുറപ്പന്മാരായിട്ടുള്ള രാഷ്ട്രീയത്തിന് ചില ഏതെങ്കിലും ഊള രാഷ്ട്രീയത്തിൽപ്പെട്ട കുറേ നാറുകളുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലാണ് ഇവന്മാരുടെ പണി.
ഇത് കേട്ടിട്ട് കുറേ എണ്ണം വാളും പടിയും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും ചാകാനും നിൽക്കും. എത്ര പള്ളികൾ പൂട്ടിയിട്ട്, എത്ര ചർച്ചുകൾ പൂട്ടിയിട്ട്, എത്ര അമ്പലങ്ങൾ പൂട്ടിയിട്ട്, അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഈ അവിടെയുള്ള ദൈവങ്ങൾക്കൊന്നും ഇതിനൊന്നും സമാനപ്പെടുത്താനുള്ള കഴിവില്ലാത്ത എന്തുകൊണ്ടാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു ബിസിനസ്സാണ്, വേൾഡ് വൈഡ് ബിസിനസ്സാണിത്. റിലീജിയസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ബിസിനസ്സാണ്. അതുണ്ടെങ്കിലേ ചില ആളുകൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കുറേ ആളുകളുടെ ഫണ്ടും മേടിച്ച് ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്ന കുറേ ഈ PC ജോർജിനെ പോലുള്ള കുറേ നപുംസങ്ങളുണ്ട്. അതെല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം വിഭാഗത്തിലുണ്ട് ഈ ബാലുശ്ശേരിനെ പോലുള്ള ആൾക്കാർ. അവരുടെയൊക്കെ ചാനലിൽ ഇരുന്നിട്ടുള്ള അവരുടെയൊക്കെ വീഡിയോ ഓഡിയോ ഒക്കെ ഇരുന്ന് കേട്ട് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ വെറിയലെടുക്കും. മനസ്സിലായിട്ടേ? വർഗീയവാദം കുത്തി നിറയ്ക്കലാണ്, സിരകളിലങ്ങനെ കുത്തിക്കയറ്റാണ്. മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ ഹിന്ദുക്കളിൽ തന്നെ ഒരു വിഭാഗത്തിൽ തീവ്രത വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾ അവർ കുട്ടികൾക്ക് അങ്ങനെ കുത്തിക്കയറ്റി കൊടുക്കുകയാണ്. ഇതെന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ജീവിക്കാൻ മതം ഒരു അടിസ്ഥാന ഘടകമേ അല്ല. ജീവിക്കാൻ മതം ഒരു അടിസ്ഥാന ഘടകമേ അല്ല. അത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറ്റണം. അത് നമ്മുടെ പരിരക്ഷയല്ല. അത് ആദ്യം ചിന്തിക്കുക. നമ്മളിട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലെ നമ്മുടെ ശരീരത്തിനെ പരിരക്ഷിക്കുന്ന ഒരു പരിരക്ഷയല്ല അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പീസ് ഓഫ് മൈൻഡ് നമ്മൾ അന്വേഷിച്ച് പോകുന്നത് എവിടെയാണ് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത്? അവിടേക്ക് അന്വേഷിച്ച് പോകുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ പ്രാർത്ഥനാലയങ്ങൾ. അതാദ്യം മനസ്സിലാക്കുക. അത് ചിന്തിക്കാനുള്ള ബോധമില്ലാത്തവന്മാരാണ് ഈ തെരുവിൽ കിടന്നിട്ട് പട്ടികളെ പോലെ അങ്ങനെ കടിച്ചു കയറുന്നത് മതത്തിൻ്റെ പേരിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് PC ജോർജ്, നിനക്ക് ഈ വർഗീയത ഭരണം തോന്നിക്കഴിഞ്ഞു പറഞ്ഞാൽ ഈ എന്താ പറയുക, ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത ഒറ്റയ്ക്കുള്ള മല്ലമുള്ള പാറണമുള്ള പോയിട്ട് അവിടെ നിന്ന് എത്ര വഴി നിലവിളിച്ചോ ആരും കേൾക്കാനുണ്ടാവില്ല. തൻ്റെ ഈ പോത്തിൻ്റെ കടിയും മാറും കാക്കൻ്റെ വിശപ്പും മാറുമെന്ന് പറഞ്ഞ പോലെ നിൻ്റെ പ്രശ്നവും തീരും. നിനക്ക് ഈ മുസ്ലിങ്ങളെ പറഞ്ഞില്ല ഈ ഹിന്ദുക്കളെ പറഞ്ഞു എന്നുള്ള ആ ഒരു വിഷമവും മാറിക്കിട്ടും. അത് നീ മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ളൊരു പ്രതീതി നിനക്ക് കിട്ടും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് എല്ലാവരും കാണുമ്പോൾ വികാരമുള്ളവർ പലരും ഉണ്ടാവും, വികാരത്തിന് അടിമപ്പെട്ടവരുണ്ടാവും. അവർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നുള്ള അറിയില്ല. മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. വായിന്ന് വല്ലതും വീണിട്ട് വല്ലവനും തല്ലുകൊണ്ട് ചാകേണ്ട വല്ല കാര്യമുണ്ടോ? എത്ര സുന്ദരമായിട്ടുള്ള ഈ ഭൂമി, എത്ര സുന്ദരമായിട്ടുള്ള പ്രകൃതി. മരിക്കുന്നവരെ ജീവിക്കുക. 99 വയസ്സായിട്ട് മരിക്കാൻ കിടക്കുന്നവൻ്റെ അടുത്ത് ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നൊരു ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ആ ഒരു ജീവിതത്തിന് സന്തോഷമായിട്ട് പകയില്ലാതെ വിദ്വേഷമില്ലാതെ ജീവിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ വിദ്വേഷം പറഞ്ഞ് ഇതിൽ എന്ത് നേടാനാണ് PC ജോർജ്? തന്നെ രാഷ്ട്രീയ നിലനിൽപ്പായിരിക്കും, പക്ഷെ അതിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്നുള്ളത് വല്ലതും അറിയോ PC ജോർജ്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് താൻ ചെയ്യുന്നതെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദി താനാ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് താൻ ചെയ്യുന്നതെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദി താനാ. തന്നെ പിടിച്ച് തുറന്നിലടയ്ക്കണം. അതിന് ആർജവമുള്ള ഭരണകൂടം കേരളത്തിലുണ്ടോ ഇന്ത്യ രാജ്യത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം തന്നെ ഏത് രീതിയിലാണ് കാണുന്നുള്ളത്. ചിലപ്പോൾ തന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട് ആ ജയിൽ മലിനീമസമാകുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിടാത്തത്. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ. കാരണം അവിടെ കുറ്റവാളികൾ ഓരോ കാര്യത്തിൽ കുറ്റം ചെയ്തു വന്നവരായിരിക്കും. അവർ ജീവിക്കാനുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റവാളികളായിരിക്കും. അവിടെ കൊണ്ട് നിന്നെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ചൂടും ചിലപ്പോൾ നശിച്ചു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിന്നെ കൊണ്ടുപോയിടാത്തത് ജയിലിൽ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇനിയെങ്കിലും ഈ മനസ്സിൽ ഈ വർഗീയതയൊക്കെ മാറ്റി വെച്ചിട്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യന്മാരാണെന്നുള്ള ചിന്തയിൽ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ജഡങ്ങളാണ്. ഈ വലിക്കുന്ന ശ്വാസം ഉണ്ടല്ലോ, മൃത്യുജനി. നമ്മൾ വലിച്ചാൽ മരിച്ചു, വിട്ടാൽ ജീവൻ വന്നു, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കി ജീവിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് PC ജോർജിൻ്റെ തറവാട്ട് മുതലിൽ മുസ്ലിങ്ങൾ വന്നിരിക്കും പോലും ഹിന്ദുക്കൾ വന്നിരിക്കും പോലും താൻ പറയാൻ നിൽക്കണ്ട. ആരെങ്കിലും സന്തോഷപ്പെടുത്തിയിട്ട് തനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വലിയ ആയസില്ല. അതാദ്യം മനസ്സിലാക്കുക PC ജോർജ്. അതാദ്യം താൻ മനസ്സിലാക്കുക. മനസ്സിലായിട്ടുണ്ടോ? തന്തയില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. താങ്ക് യു.